ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് ബാഗും പെട്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക. പെട്ടിയും കിടക്കെടുത്തോണ്ട് പോവാന്നോ? അവക്കെന്താ പ്രാന്ത? അവളുടെ ട്രീറ്റ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും നീ അവനെ വിളിച്ചായിരുന്നോ? എടുത്തി. സച്ചിൻ എവിടെ പോയതാ സന്ദീപ്? പുറത്തേക്ക് പോയിരിക്കാം. ആരെയോ അത്യാവശ്യം കാണാനുണ്ടെന്നാ പറഞ്ഞേ. അല്ല, എവിടെ പോവാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി. ഒന്നും പറഞ്ഞില്ല. എടി, നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഭർത്താവിന്റെ അവിഹിതം നാട് മുഴുവൻ അറിഞ്ഞാലും സ്വന്തം ഭാര്യ അറിയില്ല. ഭർത്താവ് കൈവിട്ടു പോയി കഴിയുമ്പോഴായിരിക്കും എല്ലാ ഭാര്യമാരും അത് അറിയുന്നത്. പിന്നെ കേട്ടത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? എന്റെ സച്ചേനെ കുറിച്ച് ഇങ്ങനെ കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടന്ന നിങ്ങളാ എന്റെ ഭർത്താവിന്റെ സദാചാരത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ സച്ചേട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എന്റെ ഭർത്താവിന് അവിഹിതം ഉണ്ടെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. വച്ചിട്ട് പോയേ. മതി. സംശയത്തിന്റെ ഒരു തീപ്പൊരി അത് അർച്ചനയുടെ മനസ്സിൽ വീണു കഴിഞ്ഞു. അർച്ചനയല്ല, അവളേക്കാ വലിയ സാവിത്രി ആയാൽ പോലും ഈ നിമിഷം മുതൽ അവള് ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങും. എനിക്കത് ഉറപ്പാ. കാരണം ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തതായ ഒരു കാര്യമേ ഉള്ളൂ, സ്വന്തം ഭർത്താവിന്റെ വിശ്വാസവഞ്ചന. ഹലോ ചേച്ചി. മോളെന്ത് ചെയ്യുവാ? ഉറങ്ങാണോ? ഞാൻ വിളിച്ചത് ഒരു കാര്യം ചോദിക്കാണ്. എന്തു ചേച്ചി? അതെ, സച്ചേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീട്ടിലില്ലേ? അതിന് സച്ചേട്ടൻ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അല്ല, ഇത്ര നേരമായിട്ട് വിളിച്ചതുമില്ലേ? എന്നെ വിളിച്ചില്ല. സന്ദീപിനെ വിളിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തു പറ്റി ചേച്ചി? നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇന്നലെ രാത്രിയും ചേച്ചി വിളിച്ചില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല ചേച്ചി. നീ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാവേ. സച്ചേട്ടൻ എന്നിൽ നിന്ന് എന്തോ മറക്കുന്നുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ? അവന്റെ ഡോക്ടർ. എന്നിട്ട് എടുത്ത് സംസാരിക്കാത്ത എന്താ? അല്ല, അത് ഞാൻ പിന്നീട് വിളിച്ചോളാം. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എനിക്ക് വേഗം പോകണം.
സച്ചേട്ടൻ ഉറങ്ങിയോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിനി പുറത്തെങ്ങും പോകുന്നില്ലല്ലോ അല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താണ് സച്ചേട്ടന്റെ മനസ്സിലൊന്ന് അറിയണം. അതിന് ഇനി ഇവിടെ നിന്നാ പറ്റില്ല. എത്രയും വേഗം നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോയേ പറ്റും. ഇതറിയുമ്പോൾ ഇവിടെ ആരും സമ്മതിക്കില്ല. എനിക്കിപ്പോ എന്റെ സച്ചേട്ടന്റെ കാര്യം തന്നെ ഏറ്റവും പ്രധാനം. പോകുന്നത് തന്നെയാ നല്ലത്. അച്ചു, ഇതെന്തുവാ? നീ അലമാരയിലിരുന്ന ഡ്രസ്സൊക്കെ എന്തിനാ ബാഗിലെടുത്ത് വെക്കുന്നത്? ഞാനും കുഞ്ഞും കൂടി നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു പോവാം. തിരിച്ചു പോവാനോ? നീ എന്താ തമാശ പറയാണോ? ഞാൻ തമാശ പറഞ്ഞതല്ല, സത്യം പറഞ്ഞേ. ഇപ്പൊ തന്നെ നെല്ലിശ്ശേരിയിലേക്ക് പോവാ. എന്തിന്? പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങളെ തിരിച്ചു വിളിച്ചോണ്ട് പോകുന്നതിനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നാട്ടില്. അല്ലാതെ തോന്നുമ്പോ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. എന്റെ കാര്യം എനിക്കല്ലേ അറിയൂ. അമ്മയും അച്ഛനും അനുപേട്ടനൊക്കെ സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ? ദേ, നിന്റെ അഹങ്കാരത്തിന് ഞാനും കൂട്ടു നിൽക്കില്ലേ? ആയുർവേദ ചികിത്സയാണെങ്കിൽ ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനിടയിലാ ഈ വക വർത്താനമൊക്കെ. നിനക്ക് എന്താടി പറ്റിയേ? ഇതുവരെ ഒന്നും പറ്റിയില്ല, പക്ഷെ പറ്റാതിരിക്കാൻ ഇപ്പൊ പോകുന്നേ. ദേ, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നീ ഇപ്പൊ പോകാൻ ഇറങ്ങിയ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഭൂകമ്പോ ഭൂമി ഒലുക്കോ എന്തുണ്ടായാലും എനിക്ക് പോയേ പറ്റൂ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വാശി പിടിച്ച് തീരുമാനം എടുക്കാൻ? എനിക്ക് എന്റെ അമ്മുക്കുട്ടിയെ കാണണം. അവളില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിന് മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അതൊന്നും പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ. അമ്മേ, അമ്മേ, പെണ്ണ്. അമ്മേ, അമ്മേ. എന്താടി, എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്? അപ്പൊ അമ്മ കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ദേ, അവള് കുഞ്ഞിനെയും കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് പോവാൻ പോവാ. അവള് ബാഗും പെട്ടിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പെട്ടിയും കിടക്കെടുത്തോണ്ട് പോവാന്നോ? അവക്കെന്താ പ്രാന്ത? അവളുടെ ട്രീറ്റ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ.